Okay. So good morning, Asha. In the last class, we were studying about sense organs. And Abel Binoy, please unmute fastly. Abel Binoy, please unmute and name the sense organs. Sense organs. No. Yes. Yes. That's all. My God. And Shisa is ready to answer, I think. Shisa, please name the sense organs. Shisa Kuti. Name the sense. Eyes. Tongue. Mouth. Mouth? Wait. Let Shisa say. Sense organs are the Adi Mathalangaratane. Mouth illa. Eyes. Shisa, once again say. Eyes, nose. Eyes, nose. Tongue. Nose, tongue. Two more are there again. Oh, and then Shahbaz, please help her. Nose. Nose. Tongue. Tongue. Eyes. 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 Ears. Yes. One more is there. Adul, please. Adul is raising the hand. Please help this Shisa and Shahbaz. Adul, please. One more sense organ is there. വേഗം നാട്ടി ഇത് 4 ക്ലാസ്സിലായി ചോദിക്കുന്നത് ഈ അരമണിക്കൂർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു അതില് പോയി അതിലിന് സ്റ്റക്ക് ആണ് അവിടെ ഇവിടെ 9 is ready please Nose, mouth, eyes. Shisa and Shahbaz, be silent please. Eyes, ear, nose, tongue and skin. Tongue and skin. Okay. Tongue ആണ് മൗത്ത് അല്ല കേട്ടോ ആരായിരുന്നു മൗത്ത് പറഞ്ഞ ആള് മൗത്ത് അല്ല ഇൻസ്റ്റെഡ് ഓഫ് മൗത്ത് tongue is the sense organ and skin is another sense organ. Okay, ഇത് ഞാനിപ്പോ ഈ ലെസൺ തുടങ്ങി അന്ന് മുതൽ ചോദിക്കുന്നതാണ് അപ്പോഴും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് യു ആർ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ഓർ KG സ്റ്റുഡന്റ് നമ്മോ ഓക്കെ അപ്പൊ നമ്മൾ ഇനി സെൻസ് ഓർഗനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഏറ്റവും വലിയ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ് അല്ലെ ഇപ്പൊ നമ്മള് ഹാർട്ട് ലങ് ഇയേഴ്സ് ഐസ് ഇതൊക്കെ ഉണ്ടെങ്കിലും ലാർജസ്റ്റ് ഓർഗൻ ഓഫ് അവർ ബോഡി നമ്മുടെ ബോഡിയിൽ ഏറ്റവും കാരണം ഇവിടം മുതൽ താഴെ നമ്മുടെ ടോസ് വരെ ഇതാരും അൺമ്യൂട്ട് ചെയ്യാനുള്ള ആള് പ്ലീസ് സോറി മ്യൂട്ട് ചെയ്യാനുള്ള ആള് മ്യൂട്ട് ചെയ്ത് വെക്കുക ഇത് എപ്പോഴും നിങ്ങളോട് പറയേണ്ടതാണോ ഇനി ആരും ഫോണെ തൊടല് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ സൗണ്ട് വരുന്നുണ്ട് ചിലപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല ബുക്കൊക്കെ എടുക്കുന്ന സൗണ്ട് തന്നെ വരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും വലിയൊരു സൗണ്ടാണ് കേൾക്കുന്നത് അവിടെ ഞാൻ ക്ലാസ് എടുക്കുമല്ലേ നെക്സ്റ്റ് സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർ ബിഗസ്റ്റ് ഓർഗൻ ഓഫ് അവർ ബോഡി നമുക്കറിയാം നമ്മുടെ ഇവിടെ മുതൽ നമ്മുടെ തലയിലൊക്കെ ഇവിടെ തല മുതൽ അങ്ങ് കാലിന്റെ ഒരു ടോസ് വരെയുള്ള ഏറ്റവും അടിഭാഗത്ത് വരെ ഫീറ്റിന്റെ അവിടെ വരെ നമുക്ക് സ്കിൻ ഉണ്ട് അല്ലെ സ്കിൻ ഈസ് ദ ബിഗസ്റ്റ് ഓർ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് അവർ ബോഡി ആൻഡ് സ്കിന്നു മുതല് ഓരോന്നിനും ഓരോ ഡ്യൂട്ടിയാണ് ഈ 5 സെൻസ് ഓർഗൻസിനും സെപ്പറേറ്റ് ഡ്യൂട്ടിയാണ് ഐസിന്റെ ഡ്യൂട്ടി നോസ് ചെയ്യത്തില്ല നോസിന്റെ ഡ്യൂട്ടി ഇയർ ചെയ്യത്തില്ല അല്ലെ ഓക്കെ നൗ the eyes, ears, nose, tongue and skin are the sense organs. The sense organs are നമ്മുടെ ഐസിലേക്ക് കയറിയിരുന്നു അല്ലെ the windows to the outside world. അപ്പൊ നമുക്ക് ഇനി ഐസിലേക്ക് നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലെ സോക്കറ്റ്സ് ഐസ് തീർന്നായിരുന്നു നമ്മള് ഇല്ല അല്ലേ
ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത് വെച്ചായിരുന്നു, ആ പോർഷനിലെത്തില്ല. വെയിറ്റ് എ മിനിറ്റ്. ഞാൻ സ്ക്രീൻ ഷെയർ പറഞ്ഞതല്ലേ, പിന്നെ ആര് ഈ അൺമ്യൂട്ട് ചെയ്യുന്ന ആളാരാണ് ഈ പറയാതെ? ആരാ ഇപ്പൊ ചെയ്ത ആള്? നൈനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫോണിൽ തൊടരുതെന്ന്. പിന്നെ ആരാ വേറൊരാളും കൂടെ ആളാരാണ്? ആ ഓക്കെ, നീ ഫോണിൽ തൊടരുത്, നിന്റെ ഫോൺ തന്നെ അൺമ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ ആരായിരുന്നു? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് സ്ക്രീൻ സെറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ അൺമ്യൂട്ട് ചെയ്തിട്ട് മിസ് കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? ഒരു മിനിറ്റ് വൈകി അപ്പൊ തുടങ്ങും. ഓക്കെ, സീ ദിസ് ഈസ് ഹ്യൂമൻ ബീങ് സൈസ്, നമ്മുടെ കണ്ണുകളാണ് അല്ലെ? ഓക്കെ, ഇതിനകത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ചിത്രത്തിലും ഉണ്ട് ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞു. ആരടാ വരച്ചയാള്? ഇപ്പൊ രോഗം തുടങ്ങിയത് ആർക്കാ? എനിക്കത് അറിയണം. വെയിറ്റ് ചെയ്യാൻ മിനിറ്റ്. See this eyes, കാണുന്നില്ലേ? ഓക്കെ, ഇതില് there are two sockets in the skull that contain eyeballs. These sockets help us to protect the eyes from injury. നമുക്കറിയാം ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ ഇതും കണ്ണിന്റെ പെട്ടെന്ന് നമുക്ക് നയന എവിടെയാ മോളെ നോക്കുന്നത്? ക്ലാസ് ശ്രദ്ധിക്കുക, വീട്ടിലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണ് പുറത്തുള്ള ഒരു ഓർഗൻ ആണ്, ഡെലിക്കേറ്റഡ് ഓർഗൻ ആണ്, ബട്ട് നമുക്കത് ഉള്ളിൽ ആകാൻ പാടില്ല. ഷുഡ് ബി ഔട്ട്സൈഡ്, then only we can see. സോ ഈ പുറത്തുള്ള ഈ ഓർഗന് അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കണ്ണിൽ നമുക്കറിയാം ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷൻ ആണ്. നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു ഡസ്റ്റ് പോലോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണടഞ്ഞു പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾ നിങ്ങളുടെ കൈ കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ കണ്ണിന്റെ നേരെ കുത്താൻ വരികയാണ്, ഓട്ടോമാറ്റിക് നിങ്ങൾ അറിയാതെ തന്നെ എന്ത് സംഭവിക്കുന്നു? കണ്ണ് അടച്ചു വെക്കും അല്ലെ, അടഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ അറിയുള്ളൂ തന്നെ. അത്ര സ്പീഡിൽ കാര്യങ്ങൾ നടക്കും അല്ലെ? ഓക്കെ, സോ ഐസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ അവരെ ഈ രണ്ട് സാധനമില്ല, അടയ്ക്കാനും തുറക്കാനും ഒക്കെ അല്ലേ? സോ അതിന് പറയുന്ന പേരാണ് ഐലിഡ്സ്. എന്തെന്ന് പറയുന്നത്? ഐലിഡ്സ്. നമ്മൾ എന്താ പറയുന്നത്? കൺപോളാന്ന് പറയല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഐലിഡ്സ്. ഓക്കെ, ദ റൗണ്ട് കളേർഡ് പാർട്ട് ഓഫ് ദ ഐ ഈസ് ദ ഐറിസ്. സി ദിസ് വൺ, നമ്മുടെ കണ്ണിന്റെ ഈ സാധനം ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, the hole in the middle of the iris is called the pupil. Light travels through the pupil to the retina at the back of the eye. ഈ കണ്ണിന്റെ ഇതാണ് ഐറിസ്. ഇതിന്റെ ഉള്ളിലുള്ള ഈ സംഭവമില്ല, അതിൽ നമുക്കൊരു ഹോൾ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. അതിലൂടെ ലൈറ്റ് വിൽ ഗോ ഇൻ ടു ദ റെറ്റീന. റെറ്റീന എന്ന് പറയുന്നത് നമ്മളുടെ പുറമേ നിന്ന് കാണാൻ പറ്റുന്നില്ല, ഇൻസൈഡ് ആണ് കേട്ടോ. ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. റെറ്റീന എന്തെങ്കിലും റെറ്റിനയുടെ മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നോ, ഇതിനകത്തില്ല. ഇനി അത് വേറെ അടിച്ചു കൊടുക്കണം. ഓക്കെ, സോ ഓക്കെ, retina at the back of the eye. The retina acts as a screen on which the image of the object that we have seen is formed. A sensory nerve called the optic nerve joins the eye to the brain. The eyelids and the eyelashes keep the eyes free from dirt and dust. You must care for eyes and try to avoid any injury to them. Remember to see. Now see. മുഹമ്മദ് എവിടെ പോയി? വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്ക. സായി കൃഷ്ണയുടെ വീഡിയോ ഒന്ന് ഓണാക്ക്. ഇനി വീഡിയോ വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നെറ്റ് പോകുന്നത് കൊണ്ടാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വീഡിയോ ഓണാക്കാൻ കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ സായി കൃഷ്ണ?
ഓക്കെ. എന്നെങ്കിൽ പിന്നെ വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. മുഹമ്മദിനെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചു. മുഹമ്മദ് എപ്പോ ആണേലോ പെട്ടെന്ന് തന്നെ ചുമ്മാ അങ്ങോട്ടോ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അൺമ്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കും. ഓക്കെ, നൗ ലിസൺ. ഐസിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഐസ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഈ സ്കള്ളിൽ നിന്നും 2 സോക്കറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഐലിഡ്സും ഐലാഷസും, നമ്മുടെ ഐലിഡ്സ്, അതായത് ഐലിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സാധനം, അതുപോലെ ഇവിടുത്തെ ഈ സാധനം ഇല്ലേ, നിങ്ങളെല്ലാം കണ്ടില്ലേ? നമ്മുടെ കണ്ണ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രം എനി ഇഞ്ചുറി ഓർ ഡസ്റ്റ് ഓർ എനിത്തിങ് എൽസ്. നമുക്കറിയാം നമ്മുടെ കണ്ണിൽ ചെറിയ കരട് പോയാൽ തന്നെ നമുക്ക് അസ്വസ്ഥതയാണ് അല്ലെ, ചെറിയ എന്തെങ്കിലും ഒരു ഇത് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇറ്റ്സ് എ ഡെലിക്കേറ്റഡ് ഓർഗൻ, വി ഹാവ് ടു പ്രൊട്ടക്ട് ഇറ്റ് പ്രോപ്പർലി. ആൻഡ് സി, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സാധനം ഐറിസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ കണ്ണിലെ ആ കറുത്ത റൗണ്ടിലുള്ള സാധനം ഇല്ലേ, ദാറ്റ് ഈസ് ഐറിസ്. ആ ഐറിസിന്റെ ഉള്ളിൽ വേറൊരു വെളുത്ത ഒരു കുഞ്ഞു സാധനം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കുക, നിങ്ങളുടെ സ്വന്തം കണ്ണിന്റെ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തം കണ്ണിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല അല്ലെ. You have to look into the mirror. Otherwise you see your mothers or fathers or brothers or sisters, anybody else's or friends eyes. അപ്പൊ അതിന്റെ ആ ഐറിസിന്റെ ഉള്ളിൽ ചെറിയ ലൈറ്റ് പോകാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അതായത് അതിനാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ആ പ്യൂപ്പിളിന്റെ അതിൽ കൂടെ ലൈറ്റ് വിൽ ഗോ ഇൻസൈഡ് ദ റെറ്റീന. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് റെറ്റീന. ഇവിടെ നോക്കി, ഹ്യൂമനൈഡ് പ്യൂപ്പിള്, ഐറിസ്, ചിത്രം കാണാൻ നിങ്ങൾക്ക്. പിന്നെ റെറ്റീന ഇസ് അറ്റ് ബാക്ക്, വി cannot see from ഫ്രണ്ട്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ഉള്ളിലുള്ളതാണ്. ദെൻ അതിന്റെ ഉള്ളില് അവിടെ ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവ് ഉണ്ട്. ആൻഡ് ഇറ്റ് കണക്ട്സ് ദ ഐസ് ടു ദി ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇഫ് ഐ ഷോ ദിസ് ഓർ ഇഫ് ഐ സീ എനിത്തിങ് എൽസ്, ഇത് എന്തെങ്കിലും ആട്ടെ, നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതെന്താണെന്ന് അല്ലെ. അപ്പം ഇഫ് വി സീ എനിത്തിങ്, ആ ലൈറ്റ് നേരെ റെറ്റീനയിൽ പോകും. ഈ കണ്ണിന്റെ കൃഷ്ണമണിക്കുള്ളിലൂടെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഇൻസൈഡിൽ പോയിട്ട് റെറ്റീനയിൽ എത്തുന്നു. റെറ്റീന ആക്ട്സ് ആസ് എ സ്ക്രീൻ, ഒരു സ്ക്രീൻ പോലെ തോന്നുന്നു, സ്ക്രീൻ പോലെയാണ്. അപ്പൊ നമ്മൾ കണ്ട വസ്തു ഈ ഓപ്റ്റിക് നെർവ് വിൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ബ്രെയിൻ, ഇറ്റ് വിൽ give message that is a mouse, that is a girl, that is a boy. അങ്ങനെ നമ്മൾ കണ്ടത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യും. അപ്പൊ നമുക്കത് മനസ്സിലാകും. നമുക്കറിയാം പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, കാഴ്ച പോകും. അതായത് കുറെ പ്രായമായ ഓൾഡ്, നമുക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ്, ഓൾഡ് പീപ്പിള് നിങ്ങളുടെ വീടിനടുത്തോ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അവർക്ക് ചിലപ്പോ നമ്മളെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അല്ലെ. ഈവൻ ടീച്ചറിനെ ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് പുസ്തകം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ടീച്ചർ അതിന് സ്പെക്സ് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ടീച്ചറിന് ഈ കണ്ട വസ്തു നമ്മുടെ കണ്ണിന്റെ റെറ്റിനൽ ചെല്ലുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, നെർവ് വീക്കാക്കാൻ തുടങ്ങി. ബിക്കോസ് ഐ ആം ഓൾഡ്, ഞാൻ ഓൾഡ് ആയതുകൊണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കുട്ടികളാണ്, നിങ്ങളുടെ നെർവൊക്കെ നല്ല നെർവാണ്, അവിടെ പെട്ടെന്ന് കാണണം. നമ്മുടെ കണ്ണിനൊക്കെ ചിലർ സ്പെക്സ് ഉപയോഗിക്കാറുണ്ട്, കുട്ടികൾ പോലെ സ്പെക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. വൈ? ഇപ്പൊ നമ്മുടെ നെർവിന്, ഈ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിയുമ്പോഴാണ് നരമ്പിനൊക്കെ സംഭവിക്കുന്ന കേടുപാടുകൾ പെട്ടെന്നൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബ്ലൈൻഡ് പീപ്പിളിനെ കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാകും അല്ലെ. ചില ആൾക്കാർ ബ്ലൈൻഡ് ആണെങ്കിലും അവർക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടും. പക്ഷെ ചില ആൾക്കാർ കംപ്ലീറ്റ്ലി അവർ ലൈഫ് ലോങ് ബ്ലൈൻഡ് ആയിട്ടിരിക്കും. എന്തായിരിക്കും പ്രോബ്ലം? Some problems can be clarified through or can be removed through a surgery or something like that way, or using a powerful specs and all, powerful glass and all. But some cannot be clarified because ആ നെർവിന് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നെർവിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണിന്റെ ഈ ഓപ്റ്റിക് നെർവിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കുന്നതാണെന്നൊരിക്കൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ലൈഫ് ലോങ് വരുന്നത്. ചിലവരൊക്കെ ചെറുപ്പത്തിലെ ചെറിയ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് പിന്നീട് കാഴ്ചശക്തി തിരിച്ചു കിട്ടും. അവരുടെ റെറ്റീനയുടെ ഇതുപോലെ കുഴപ്പമൊന്നുമില്ലാതെ ആകും. പക്ഷെ ചിലവർക്ക് ആകൂല. മനസ്സിലായോ? അത് ഈ നെർവിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം our eyelids and eyelashes will protect our eyes from any injury or from any dust. Then it is a delicate organ and we have to care for it much. നമ്മൾ വളരെ നന്നായിട്ട് കെയർ ചെയ്യണം. മുഹമ്മദ്, are you traveling my dear? Are you traveling? Okay, then listen to the mobile and the class. Okay, don't talk to others. Okay. Wash your eyes often with cold water.
So first, how to take care for our eyes? We have to wash the eyes often. As we get up early morning, when we get up, first what we have to do? When we get up early morning, after sleeping means nearly 8-9 hours we are sleeping, isn't it? After sleeping, morning when we get up, we will wash our face. Why? എന്തുകൊണ്ട് നമ്മള് ഫേസ് ഒക്കെ നന്നായിട്ട് വൃത്തിക്ക് എടുക്കുന്നേ? ഫേസ് വാഷ് ചെയ്യാൻ മീൻസ് only mouth and this much part we will wash. No, whole face we will wash, isn't it? Why? While sleeping now 8 hours or 9 hours and ചിലപ്പോൾ നമ്മൾ നേരത്തെ കിടന്നെങ്കിൽ 7, 8, 9, 10 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലെ? ആൻഡ് മോർണിംഗ് നമ്മൾ എണീറ്റ് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണൊക്കെ എങ്ങനെയായിരിക്കും മക്കളെ? പറഞ്ഞു. ഇവിടെ എന്റെ അടുത്ത് നമ്മുടെ ജോസിക്കുട്ടിയുണ്ട്. ജോസി പറയും നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ എന്താ പറയുന്നത്, നമ്മള് പീളാന്നൊക്കെ പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഒരു കണ്ണിൽ നിന്നും വരുന്ന വേസ്റ്റ് അല്ലെ, എന്താ പറയുന്നത് എഡ്വിനെ? ചീമ്പളാന്നൊക്കെ പറയാറുണ്ട്. ചീമ്പള. ഓരോരുത്തരും ഓരോ ഭാഷയാണ് പറയുന്നത് കേട്ടോ, എനിക്കറിയില്ല. ഞങ്ങൾ കൺപീളാന്ന് പറയും, നിങ്ങൾ വേറെ എല്ലാവരും ഒക്കെ പറയും. ഓക്കെ, എനിവേ, അപ്പൊ എന്ത് വായിക്കട്ടെ, നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഒക്കെയാണത്. ഓക്കെ, സോ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് വാഷ് അവർ ഫേസ്, എസ്പെഷ്യലി അവർ ഐസ് ആൻഡ് ഓൾ. വി ഹാവ് ടു ക്ലീൻ പ്രോപ്പർലി. നന്നായിട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഒരു വൃത്തികെട്ട സാധനം പോലെയാണ് അല്ലെ? അപ്പൊ അത് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഐസ്. സോ വി ഹാവ് ടു വാഷ് ഓഫൻ അവർ ഐസ് വിത്ത് കോൾഡ് വാട്ടർ. നെവർ ഷുഡ് വാഷ് വിത്ത് ഹോട്ട് വാട്ടർ. ചൂടുവെള്ളത്തിലല്ല നമ്മുടെ കണ്ണ് കഴുകേണ്ടത്. നെവർ ഷുഡ് വാഷ് വിത്ത് ഹോട്ട് വാട്ടർ. ഇൻസ്റ്റഡ് വി ഹാവ് ടു വാഷ് അവർ eyes with a cold water. Okay, study in a properly lit room. And another thing, we have to study or read the books and all with the help of proper light. Means where there is a proper light. നമ്മുടെ വായിക്ക് നമ്മൾ പഠിക്കുന്ന എഴുതുന്ന ഒക്കെ റൂം നല്ല ലൈറ്റ് ഉള്ളതായിരിക്കണം. ജനലിന്റെ ഒക്കെ അടുത്തിരുന്ന് വായിക്കണം നമ്മള്. ബിക്കോസ് എന്താണെന്ന് അറിയാമോ, ഇരുട്ടാണെങ്കിൽ നമ്മുടെ കണ്ണിന് അത് റിസ്ക് ആയിരിക്കും ഇതിൽ എഴുതിയിരിക്കുന്ന ആൽഫബറ്റ്സ് ഒക്കെ വായിക്കാനൊക്കെ. കണ്ണിന് അത് ഓവർ ലോഡ് ആകും, ഓവർ വർക്ക് ആകും അത് കണ്ടുപിടിച്ചത്. ചില ആൾക്കാർ ഇരുട്ടാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും അല്ലെ? വി ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. നമ്മുടെ കണ്ണിന് ഒരുപാട് റിസ്ക് കൊടുക്കാൻ പാടില്ല. സോ ഇഫ് യു ഹാവ് ഇനഫ് ലൈറ്റ് ഇൻ ദ റൂം, അപ്പൊ ലൈറ്റ് അങ്ങനെ പ്രകാശം കയറുന്നതല്ല എങ്കിൽ, ജനലൊന്നും ഇല്ല എങ്കിൽ, we have to switch on the light. Otherwise we have to change our position. We have to move to a place where there is a light. Okay, next, and another thing, while watching TV, you might have heard that mummy is calling, move back, move, sit back and watch TV എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അമ്മ? ചിലപ്പോൾ ടിവിയുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അമ്മ വഴക്ക്, ചിലപ്പോൾ വടി എടുത്തോണ്ട് വന്നിട്ട് പുറകോട്ട് നീങ്ങിയിരിക്കുന്നവന് വഴക്ക് പറയാറുണ്ടല്ലോ അല്ലെ? Why do you know what is the reason for that? Grace, what is the reason for that? എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്? എങ്ങനെ ഇങ്ങനെ അടുത്ത് പോയിരിക്കുമ്പോ കണ്ണിന് കേടാ. ബിക്കോസ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ സ്ക്രീൻ. ടിവിയുടെ ഒരു സ്ക്രീൻ, അവിടെ ലൈറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ അടുത്തിരിക്കുമ്പോഴത്തേനും ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്നിട്ട് അത് കണ്ണിന്റെ റെറ്റിനെ ബാധിക്കും, സ്ക്രീനിനെ ബാധിക്കും, നെർവിനെ ബാധിക്കും. സോ ഇറ്റ് ഇസ് എ പ്രോബ്ലം. ഇറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ ദാറ്റ്. ഏബൽ എന്തിനാ മോനെ അൺമ്യൂട്ട് ചെയ്തത്? Okay, so we should sit little back from TV while watching TV and using mobiles. Some children will watch mobiles, looking into the mobiles like this way. വളരെ അടുത്ത് പിടിച്ച് ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കും അല്ലെ? അങ്ങനെയല്ല, അതിനൊരു certain distance should be there. കമ്പ്യൂട്ടർ, മൊബൈൽ, TV ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ certain distance should be there. And another thing, we should not watch always, we should not look at the TV, mobiles, computer and all often and often. അധിക സമയം എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കരുത്. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഈ മൊബൈൽ ഏഞ്ചൽ എന്തിനാ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത മോളെ? ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഞാൻ പറയാതെ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ക്ലാസ് ടൈമില് ചോദിക്കുന്നത് മാത്രം അൺമ്യൂട്ട് ചെയ്യുക കേട്ടാ. ഓക്കെ, നമ്മള് മൊബൈൽ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഈ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഈ ഇതിൽ നോക്കിയിരിക്കരുത്. കാരണം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് അത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ മൊബൈലൊക്കെ കളിച്ചോണ്ടിരിക്കും, കുറെ സമയം കഴിയുമ്പോൾ അമ്മ വന്ന് വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് മൊബൈൽ അല്ലെ? അല്ലെ പറയും, ഗോ ആൻഡ് കീപ് ദ മൊബൈൽ ദെയർ
സ്വിച്ച് ഓഫ് ദ TV ഫോർ സം ടൈം, കുറച്ച് സമയത്ത് TV ഓഫ് ചെയ്ത് വെച്ച് പുറത്ത് പോയി കളിച്ചെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിനെ ബാധിക്കും അത്. ബിക്കോസ് യു ആർ ഗ്രോയിങ് ചിൽഡ്രൻ, നോട്ട് ഓൾഡ് പീപ്പിൾ. ഓൾഡ് പീപ്പിൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഐസൈറ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാകും. ബട്ട് ഗ്രോയിങ് ചിൽഡ്രന് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഐസൈറ്റ് ഉണ്ടാകേണ്ട പ്രായമാണ് അല്ലെ. അപ്പോൾ നല്ല ഐസൈറ്റിന് ഉണ്ടാകേണ്ട ഒരു പ്രായമാണ് നിങ്ങൾക്ക്. പക്ഷെ ആ സമയത്ത് നമ്മളിങ്ങനെ ഇപ്പോഴേ തന്നെ യു ആർ നോട്ട് അറ്റ് ഓൾ ടേക്കിംഗ് പ്രോപ്പർ ഫുഡ്. കണ്ണിന്റെ കാഴ്ചശക്തി കിട്ടേണ്ട ഫുഡ് നമ്മളെല്ലാം എടുക്കുന്നില്ല, കഴിക്കുന്നില്ല. യു ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് മച്ച് വെജിറ്റബിൾസ് ആൻഡ് nowadays, isn't it? You like to eat only chicken and egg and all. That is not enough for our good health. You have to eat plenty of vegetables, but you people are not eating much. So you have a ഹെൽത്ത് പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൂടുതൽ TV വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ കണ്ണിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ സ്പെക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രായമായവർക്ക് പിന്നെ ഓൾറെഡി അവരുടെ നെർവസ് വീക്ക് ആയിക്കൊണ്ടിരിക്കും as they become older. But you people are children. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ കണ്ണിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേനും എന്താകും? ഒട്ടും കാഴ്ച ഇല്ലാണ്ടായി പോകും. സോ യു ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് വേ. ഓക്കെ ഓക്കെ. സിറ്റ് at least 6 feet away from the television set while watching it. So today onwards you have to sit at least 6 feet away. 6 അടി അകലത്തിലെങ്കിലും ഇരിക്കണം. ഓക്കെ. അടുത്ത് പോയിട്ട് നിങ്ങൾ TV കാണുമോ? ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ യു ആർ അവെയർ ഓഫ് അബൌട്ട് ദാറ്റ്. ഇനി TV കാണുന്ന എവിടെ മാറി ഇരുന്ന് കണ്ടോണം. കേട്ടില്ല? ജോസിയോടെ പറയുന്നത്. ഓക്കെ. അപ്പൊ തല്ല് കിട്ടിയാലും അവളും നന്നാവില്ല. അവളുടെ അമ്മ എപ്പോഴും വഴക്ക് പറയാറുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവളും നന്നാവില്ല, എപ്പോഴും അടുത്തിരുന്ന് കാണുള്ളൂ. സോ ഹിയർ ആഫ്റ്റർ യു ഹാവ് ഓൾ ഷുഡ് സിറ്റ് ബാക്ക്. നമുക്ക് കുറച്ച് ദൂരെ ഇരുന്നാലും നമുക്ക് TV കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ 6 അല്ല 10 feet അകലെ ഇരുന്നാലും നമുക്ക് ആ റൂമിലാണ് നമുക്ക് TV കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? TVയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ണും വീഴ്ചിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണിന് എത്രത്തോളം പ്രോബ്ലം ഉണ്ടെന്ന് നോക്ക് അല്ലെ. സോ യു പീപ്പിൾ നൗ യു നോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് യു സിറ്റ് നിയർ ദ TV. അതുകൊണ്ട് ഇനി നിങ്ങൾക്കറിയാം എന്താണ് പ്രോബ്ലം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മാറി ഇരുന്ന് കണ്ടു. ഇനി നിങ്ങളുടെ വീട്ടിലെ യങ്ങർ വൺസ് ഓർ എൽഡർ വൺസ്, യങ്ങർ ബ്രദർ ഓർ സിസ്റ്റർ ഓർ എൽഡർ ബ്രദർ ഓർ സിസ്റ്റർ അങ്ങനെ ആരെങ്കിലും ഒക്കെ TVയുടെ അടുത്തിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അപ്പളെ ഓടിച്ചു വിട്ടോണം. നല്ല വഴക്ക് പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടാ. അനിയനും അനിയത്തിയൊക്കെ TVയുടെ അടുത്തിരുന്ന് കാണുമ്പോഴോ ഓടിച്ചു വിട്ടോ. ഒരു വടി വേണമെങ്കിൽ എടുത്തോ. എന്നിട്ട് പറഞ്ഞു ഒരു തവണ പറയുക, ആദ്യം അടിക്കരുത്, ഒരു തവണ പറയുക. Then again if they are sitting very close to the television, just give one small beat and tell them to move back. Okay. Next, sit erect while reading. Hold the book about 12 inches away from your eyes. Now sit erect. Erect means what? Straight. Sit straight. Angel is raising the phone. Why? Okay. Sit erect on the while reading. Erect means what? Straight. Should not sit like this way and all. How we are sitting now for the class? See, she's Shahaba sitting like that way, and Adul also is sitting like this way. Positions clear at Edwin off video. Okay. You have to sit straightly. While reading, you have to sit straightly, and you have to hold your textbook at least 12 inches. 12 അടി അകലത്തിലെങ്കിലും നമ്മുടെ ബുക്ക് വെക്കണം. അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് വായിക്കരുത്. Textbook should not be like this way, very close. കുറച്ച് അകത്തി വെക്കണം. എന്ന് കരുതി ഇത്രയും അകത്തി 1 kilometer അപ്പുറത്ത് പിടിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ. അറ്റ്ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് നമ്മുടെ പുസ്തകങ്ങൾ അടുപ്പിച്ച് പിടിക്കുന്ന നമ്മുടെ കണ്ണിന് അത് റിസ്ക് ആണ്. Nigel, please don't disturb her. Nigel, please move. Okay. മനസ്സിലായോ? സായി കൃഷ്ണ പ്ലീസ്. സായി കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് സംസാരിക്കരുതേ. ഓക്കെ. അപ്പൊ നമ്മളുടെ വായിക്കുന്നത് നല്ല ലൈറ്റുള്ള റൂമിലായിരിക്കണം. You have to sit straight and you have to hold the textbook or notebook which we are reading at least 12 inches away from our eyes. അല്ലാതെ വെരി ക്ലോസ്ഡ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്നൊന്നും വായിക്കരുത്. അത് നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല. ഒരു തവണ വായിച്ചു എന്ന് കരുതി നോ പ്രോബ്ലം. ബട്ട്
അതൊരു ശീലമാക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പിന്നെ അനദർ തിങ്, വി ഷുഡ് നോട്ട് റീഡ് ദ ബുക്സ് ബൈ ലൈങ് ഡൗൺ. നമ്മൾ കിടന്നുകൊണ്ട് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക്, അല്ലെ? കട്ടിലെ കിടന്നുകൊണ്ടൊക്കെ വായിക്കുന്നത്. ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. We have to sit or we have to stand and then we have to read the textbook or notebooks. Okay? നിങ്ങൾ എന്ത് വായിക്കണം, ഒന്നെങ്കിൽ ഇരുന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിടന്ന് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ മേലോട്ട് നോക്കേണ്ടതായിട്ട് വരും, അല്ലെ? നമുക്കറിയാം, if we are lying down, we have to hold the textbook like this way. We have to hold the textbook on the top, isn't it? So അത് നമ്മുടെ കണ്ണിന് നല്ലതല്ല. Then use a clean towel and clean handles while touching or rubbing your eyes. And another thing, we have to use a clean towel. നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും കണ്ണ് തുടയ്ക്കാൻ. മുറ്റത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അടുക്കള കിടക്കുന്ന എപ്പോഴും ഉപയോഗിച്ച് പഴകിയ ഒരു തുണി എടുത്ത് നമ്മുടെ കണ്ണ് തുടയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? അലക്കാത്ത തോർത്തൊക്കെ എടുത്തിട്ട് മുഖം ഒന്നും തുടയ്ക്കരുത്. എന്ത് സംഭവിക്കും? There will be germs and dust in that cloth and all, and it will affect our eyes, isn't it? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന തുണി നല്ല വൃത്തിയായിരിക്കണം. ഇനി പിന്നെ എപ്പോഴും അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുണി ഉപയോഗിച്ച് മാത്രമേ നമ്മുടെ മുഖം തുടയ്ക്കാവുള്ളൂ. ഓക്കെ? അല്ലാതെ ഒരു മാസമായിട്ട് അലക്കാതെ കിടക്കാൻ തോർത്തെടുത്ത് മോൻ തുടയ്ക്കുക ഒന്നും ചെയ്തേക്കരുത്. ഓക്കെ? അണ്ടർസ്റ്റാൻഡ്? സോ യൂസ് എ ക്ലീൻ ടവൽ ആൻഡ് ക്ലീൻ ഹാൻഡ്സ് വൈൽ ടച്ചിങ് ഓർ റബ്ബിംഗ് യുവർ ഐസ്. പിന്നെ വേറൊന്ന്, നോട്ട് ഓൺലി ടവലിന്റെ കാര്യം മാത്രമല്ല, പിന്നെ എന്ത് ഉപയോഗിച്ച് നമ്മൾ കണ്ണു തുടയ്ക്കുന്നേ? തുണി അല്ലാതെ വേറെ എന്ത് ഉപയോഗിച്ച് നമ്മൾ കണ്ണു തുടയ്ക്കുന്നേ? ഹാൻഡ്. എപ്പോഴും ഇതല്ലേ പരിപാടി. അമ്മ വഴക്കറിയും, എന്തെങ്കിലും കുറുതി കിടപ്പിക്കും, വഴക്കറിയും, like this way you will be doing, അല്ലേ? അപ്പൊ our hands also should be very very clean. ഇനിയിപ്പം നമുക്കറിയാം കൊറോണ ഉണ്ട്, അല്ലെ? അപ്പൊ കയ്യിലൊക്കെ കൊറോണ വരാൻ പറ്റിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തുടച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയണ്ട, അല്ലെ? സോ ഈ കൊറോണ ഇല്ലേലും our hands should be very clean and we have to rub our eyes or touch the eyes with clean hands and clean clothes. Okay? And we should not rub always our eyes. Sometimes we may have some itching sensations and all due to some allergy or something like that way. എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും അലർജിയുടെ പൊടിയൊക്കെ പറ്റിട്ടൊക്കെ നമുക്ക് ചൊറിച്ചിൽ തോന്നും. യൂഷ്വലി നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ തോന്നാൽ ഇങ്ങനെ ഒരു ഇച്ചിങ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? കയ്യോ കാലോ ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞു, ആ ചൊറിയുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വി ഷുഡ് നോട്ട് റബ് ഇറ്റ് ലൈക്ക് ദാറ്റ് വേ വിത്ത് അവർ ഐസ്. കണ്ണൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? കണ്ണൊക്കെ ചുമന്നു വരും, അല്ലെ? ഓക്കെ. Tell your teacher or parents if you cannot read and read the blackboard, they will get your eyes tested. And another thing, if you have any eyesight problem, means sight കാഴ്ചയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ while teacher writing on the board or if you cannot read on what is written on television, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ട്, കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ you should tell your teachers or to your parents. Okay? And they will take you to an eye specialist, to a doctor. ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളുടെ കണ്ണൊക്കെ പരിശോധിച്ച് റെഡിയാക്കി തരും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കണ്ണിന് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേരൻസിനോടോ അല്ല ടീച്ചേഴ്സിനോടൊക്കെ പറയണം, ടീച്ചർ എനിക്ക് കാണാൻ പറ്റില്ല, അല്ലെ മമ്മി അച്ഛാ എനിക്ക് എഴുതുന്ന സമയത്ത് ടീച്ചർ എഴുതുന്ന സമയത്ത് കാണുന്നില്ല, അത് വായിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടത്? സർ, ദേ വിൽ ടേക്ക് യു ടു എ ഡോക്ടർ, ഐ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ? So these are the things that we have to take care for our eyes. So first one is we have to wash our eyes with cold water often. Don't use hot water. Second one, we have to sit and read or write in a lit room. A lit room means where there is sufficient light. If there is no sunlight properly, you have to switch on the light, electric light or something like that. Otherwise, we have to change the position. We have to move to the another place where there is sufficient light. And third one is we have to sit at least 6 feet away from television while watching it, and computer, mobiles and all. We should not sit so close to the computer or mobiles or televisions. And then we have to sit erect or straight while reading. We should hold the textbooks at least 15 inches away from our eyes. Okay, sorry, 12 inches. 12 ഇഞ്ച് അകലത്തിൽ നമ്മൾ പിടിക്കണം. നെക്സ്റ്റ് വൺ ഈസ് we have to rub our eyes with only with clean clothes or clean hands. Okay?
വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈയോ ആയിട്ട് വേണം നമ്മൾ കണ്ണ്. And we should not rub the eyes often and often if there is any itching sensations and all. We have to consult the doctor. And if have any eyesight problems, that means which we cannot see if the teacher is while writing on the board, or if you cannot read properly and all, you have to inform your teachers or your parents, and they will take you to an eye specialist. Okay, these are the important things that we have to care for our eyes. മനസ്സിലായോ? ഇപ്പൊ ഞാൻ കണ്ടു ഷഹബാസ് വാസ് റബ്ബിംഗ് ഹിസ് ഐസ്. കൈയൊക്കെ വൃത്തിയുണ്ടോ ഷഹബാസേ? ഇപ്പൊ കണ്ണൊക്കെ തുടക്കുന്നത് ഞാൻ കണ്ടു. കൈ കഴുകിയിട്ടായിരുന്നോ? എപ്പൊ കഴുകിയതാ? രാവിലെ എഴുന്നേറ്റപ്പോ അല്ലേ? Now what is the time? 11:24. ആ കയ്യിലുള്ള ഡസ്റ്റ് ഒക്കെ ഭക്ഷണം കഴിച്ചപ്പം കഴുകിയായിരുന്നാ? Who knows? Anyway, next we shall study about ears. I think only 2 more minutes is left out. We will not finish the topic anyway. The ear has 3 parts. Do you have ears, all of you? How many ears do you have? 2. Anyway, our Josie has 2 ears, it seems. What about others? All have, isn't it? Okay, they have 2 ears, and it has 3 parts. Our ears have 3 parts, and first one is outer ear that we can see, which we see this one. No, ഇത് നമ്മൾ കാണുന്നില്ല ഈ ഭാഗം, അതാണ് outer part എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് വലിയ റോൾ ഒന്നുമില്ല. ഇത്രയും ഭാഗം ഇല്ലേലും നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ we won't look nice. Will you be attractive if you don't have ears? ഇങ്ങനെ ഇയർ ഒന്നും ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരുന്നു കാണാൻ ഭംഗിയുണ്ട് നിങ്ങളെ? ഇല്ല അല്ലെ? Anyway, this is the outer part. Okay, and middle part. അടുത്തത് middle part. മിഡിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടുക്കുള്ളത്, അതായത് ഉള്ളില് കയറുന്ന ഈ ഭാഗത്തുള്ളതാണ്. And the last inner part. Okay, so outer part, middle part, and inner part. And time is up. Bye. Then we will study in the next class. Okay, bye bye. Bye, miss. Okay, today you have computer classes, isn't it? Yes, instead of computer, we will study now this science. Okay, take science. Okay, take science textbook while when we have computer class. Okay, bye bye. Bye.